ഹായ് ഫ്രണ്ട്സ്, നമ്മളിതാ ഇന്ന് ഘർ എന്ന കഹാനിയിലെ ആക്ടിവിറ്റീസുമായി വീണ്ടും എത്തിയിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യണ്ട നമുക്ക്. കഹാനി നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഒരു ഫർഹാദിനെ പറ്റിയിട്ടുള്ള ഫർഹാദിന്റെ വീടിനെ കുറിച്ചിട്ടുള്ള ഒരു കഹാനി ആയിരുന്നു. അപ്പൊ ഫർഹാദിന്റെ വീട്ടിലുള്ള താമസക്കാരെ കുറിച്ചെല്ലാം നമ്മൾ പഠിച്ചു അല്ലേ? ആരൊക്കെയായിരുന്നു? ചിപ്കലി ഉണ്ട്, മക്കടി ഉണ്ട്, അങ്ങനെ ആരൊക്കെയാ ഉള്ളതെന്നൊക്കെ നിങ്ങൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ അതിലുള്ള ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ലിഖേ പ്രകൃതി കിൻ കിൻ കാ ഘർ ഹേ. പ്രകൃതി ആരുടെയൊക്കെ വീടാണ് എഴുതാൻ വേണ്ടി പറയുകയാണ്. പ്രകൃതി കിൻ കിൻ കാ ഘർ ഹേ. ആരുടെയൊക്കെ വീടാ പ്രകൃതി? ഈ പ്രകൃതിയിൽ ആരൊക്കെയാ താമസിക്കുന്നത്? നമ്മുടെ ചുറ്റുപാടും ആരൊക്കെയുണ്ട്? നിങ്ങളൊന്ന് പറഞ്ഞേ. നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടുണ്ടാകും അല്ലേ? യെസ്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്ത് നോക്കാം. പ്രകൃതി ഫർഹാദ് കാ ഘർ ആണ്. ഫർഹാദിന്റെ വീടാണ് പ്രകൃതി. പിന്നെ പ്രകൃതിയിൽ വേറെ ആരുണ്ട്? മക്കടി കാ ഘർ. മക്കടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരുന്നു? ചിലന്തി ഉണ്ടല്ലേ. പിന്നെ വേറെ ആരുണ്ട്? ഫർഹാദ് കാ ഘർ, മക്കടി കാ ഘർ. പിന്നെ നമ്മളൊരു മെയിൻ ക്യാരക്ടർ ആരായിരുന്നു? ചിപ്കലി. അപ്പൊ എന്തെഴുതാം? ചിപ്കലി കാ ഘർ. ചിപ്കലി കാ ഘർ. അപ്പൊ ആരുടെ വീടാണ്? ചിപ്കലിയുടെ വീടാണല്ലേ. പല്ലിയുടെ വീടാണ്. പിന്നെ പ്രകൃതിയിൽ വേറെ ആര് താമസിക്കുന്നുണ്ട്? ഗിർഗിഡ് താമസിക്കുന്നില്ലേ? യെസ്, ഗിർഗിഡ് കാ ഘർ. ഗിർഗിഡ് കാ ഘർ. ഗിർഗിഡിന്റെ വീടും കൂടെയാണ് എന്ത്? പ്രകൃതി എന്ന് പറയുന്നത്. പിന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റോറിയില്? നിങ്ങൾ പറഞ്ഞേ. മഖിയാം അല്ലേ? മഖിയാം കാ ഘർ അല്ലേ? ഈച്ചകളുടെ വീടല്ലേ? മക്കി കാ ഘർ. ഈച്ചന്റെ വീടാണ്. മക്കി കാ ഘർ. പിന്നെ ആരായിരുന്നുള്ളത്? ഈച്ചയുടെ കൂടെ വേറെ ആരുണ്ടായിരുന്നു? മച്ചർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? കൊതുകില്ലായിരുന്നോ? മച്ചർ കാ ഘർ. പിന്നെയോ വേറെ ആരായിരുന്നു ഫർഹാദിന്റെ വീട്ടിൽ വേറെ ഉണ്ടായിരുന്നത്? തത്തയ്യ ഇല്ലായിരുന്നോ? തത്തയ്യ കടന്നലില്ലായിരുന്നോ? യെസ്. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയ പുതിയ വേർഡ്സ് ആയിരിക്കും. ഈ വേർഡ്സ് ഒക്കെ നിങ്ങൾ എന്താണ് നന്നായിട്ട് നോട്ട് ചെയ്യണം കേട്ടോ മക്കളെ. എന്നാൽ മാത്രമേ നമുക്ക് എക്സാമിന് എഴുതുന്ന സമയത്ത് ഇവർക്ക് ഓർമ്മ ഉണ്ടാകുള്ളൂ. ആരാണ്? വേർഡ് മീനിങ്സ് ഒക്കെ ഓർക്കണം നിങ്ങൾ. തത്തയ്യ എന്നൊക്കെയുള്ള വേർഡ്. തത്തയ്യ, മക്കടി, മച്ചർ. മറ്റേന്നൊരു പക്ഷെ നിങ്ങൾക്ക് അറിയാൻ മതിയാകും അല്ലേ? ഈച്ചയൊരു ഇതെല്ലാവർക്കും അറിയാം. ബാക്കിയുള്ള വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് ന്യൂ വേർഡ്സ് ആയിരിക്കും. അതൊക്കെ നിങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ. പിന്നെ ആരുടെ വീടാ? മക്കടി കാ ഘർ പറഞ്ഞു, തത്തയ്യ കാ ഘർ, മച്ചർ കാ ഘർ, മക്കി കാ ഘർ, ഫർഹാദ് കാ ഘർ, ചിപ്കലി കാ ഘർ, ഗിർഗിഡ് കാ ഘർ. പിന്നെ വേറെ ആരുടെ വീടാ? പിന്നെ വേറെ ആരായിരുന്നുള്ളത്? വേറെ ഒരുപാട് ആളുകളില്ലായിരുന്നോ? ഗിൽഹരി ഉണ്ട്, അണ്ണാനുണ്ട്, ചിടിയാമുണ്ട്, പക്ഷികളുണ്ട്, മേഢക്കുണ്ട്, തവളയുണ്ട് അല്ലേ? ഇതിലാരെ വേണമെങ്കിലും എഴുതാം. ഒരുപാട് ആളുകളുണ്ട്. ഇതിലാരെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അപ്പൊ ഞാൻ എഴുതി ചിടിയാം കാ ഘർ. അപ്പൊ ഒരുപാട് പക്ഷികളും മൃഗങ്ങളും ജീവജാലങ്ങളും ഒക്കെ ഉള്ള പ്രകൃതി എന്താണ്? ഒരുപാട് ജീവജാലങ്ങളെ കൊണ്ട് സമ്പന്നമാണല്ലേ? ഒരുപാട് ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് പ്രകൃതി. മനുഷ്യർ മാത്രമാണ് ഇവിടുത്തെ താമസക്കാര്? അല്ല, മനുഷ്യരെ കൂടാതെ ഒരുപാട് ജീവജാലങ്ങളും ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്താണ് വേർഡ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇവർക്കൊക്കെ എന്താണ് പേരെന്ന്. എന്നാൽ മാത്രമേ നമുക്കിത് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി സെക്കൻഡ് വർക്ക് എന്താ നോക്കാം. पर्यावरण से घर शीर्षक का क्या संबंध है? पर्यावरण നമ്മുടെ ഈ പ്രകൃതി അല്ലെങ്കിൽ നമ്മുടെ ഈ ചുറ്റുപാട് പരിസ്ഥിതിക്ക് എന്താ ഘർ എന്നൊരു ഹെഡ്ലൈൻ കൊടുത്തത്?
എന്തുകൊണ്ടാണ് ഹെഡിങ് ഘർ എന്ന് കൊടുക്കാൻ? പര്യാവരൺ, നമ്മുടെ പ്രകൃതിയും ചുറ്റുപാടും ഒക്കെ ആയിട്ട് എന്താണ് ഘർ എന്ന ഹെഡ്ലൈന് എന്തൊരു റിലേഷനാ ഉള്ളത്? അറിയോ? അപ്നാ വിചാരിക്കും, നിങ്ങളുടെ വിചാരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെയാ തോന്നുന്നത്? നമ്മുടെ ഈ പരിസ്ഥിതിക്ക് ഘർ എന്നൊരു ഹെഡിങ് കൊടുത്തത് നല്ലതാണോ? എന്താ? യെസ്, നല്ല കാര്യം അല്ലേ? നമ്മുടെ പരിസ്ഥിതിയിൽ എന്താണ്? ഒരുപാട് ജീവികളുടെ വീടാണ് നമ്മുടെ ഈ പരിസ്ഥിതി അല്ലേ? പലതരത്തിലുള്ള ഒരുപാട് ജീവികൾ ഒരുമിച്ച് താമസിക്കുന്ന, മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ ഒത്തൊരുമിച്ച് ജീവിക്കുന്ന സ്ഥലമാണ് നമ്മുടെ പരിസ്ഥിതി. അപ്പൊ തീർച്ചയായും നമ്മുടെ സ്റ്റോറിക്ക് ഘർ എന്ന പേര് കൊടുത്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. നോക്കാം. പര്യാവരൺ സഭി ജീവ ജന്തുओं का आवास स्थान है. പര്യാവരണം എന്ന് പറയുന്നത് എന്താണ്? സഭി ജീവജന്തുओं का आवास स्थान है. എല്ലാ തരത്തിലുമുള്ള ജീവജന്തുക്കളുടെ ആവാസ സ്ഥാനമാണ് നമ്മുടെ പരിസ്ഥിതി. हमारे पर्यावरण में इंसानों के अलावा छोटे छोटे कीट मकोड़ों से लेकर विशालकाय जानवर तक रहते हैं. നമ്മുടെ ഈ ഒരു പരിസ്ഥിതിയിൽ എന്താണ്? മനുഷ്യനെ കൂടാതെ ഇൻസാനോക്കെ അലാവ ചോട്ടെ ചോട്ടെ കീട് മക്കോടെ, ചെറിയ ചെറിയ കീടാണു പ്രാണികൾ മുതൽ ബഡേ ബഡേ വിശാലകായ ജാൻവർ തക് രഹത്തെ ഹേ, വലിയ വലിയ എന്താണ്? വലിയ ഹിംസ്ര ജന്തുക്കള്, ആന, കടുവ, കരടി, പുലി, ഒട്ടകം, ജിറാഫ് എന്ന് തുടങ്ങിയ വലിയ മൃഗങ്ങൾ വരെ നമ്മുടെ ഈ പരിസ്ഥിതിയിൽ ജീവിക്കുന്നുണ്ട്. उसमें कई ऐसे जीव जंतु होते हैं जिन पर हमारा ध्यान नहीं जाता, इसलिए पर्यावरण से घर शीर्षक का बहुत संबंध है. ഇതുകൊണ്ട് തന്നെ എന്താണ്? സോറി, ഒരു ലൈൻ വിട്ടുപോയി. इंसान अपने लिए जो घर बनाता है उसमें कई ऐसे जीव जंतु होते हैं जिन पर हमारा ध्यान नहीं जाता. അപ്പോൾ ഈ മനുഷ്യരുടെ വീടുകളിൽ തന്നെ എന്താണ്? നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് ജീവജന്തുക്കളുണ്ടല്ലേ? നമ്മളൊരു വീടുണ്ടാക്കുക, നമ്മൾ വിചാരിക്കും അവിടെ താമസിക്കുന്നത് നമ്മൾ മാത്രമാണെന്ന്. പക്ഷെ നമ്മൾ അച്ഛനും അമ്മയും നമ്മളെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും മാത്രമല്ല താമസിക്കുന്നത്, നമ്മളെ കൂടാതെ ഒരുപാട് വേറെയും ആളുകളുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പെറ്റായിട്ട് എന്തൊക്കെ ഡോഗും കാറ്റും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകും അല്ലേ? അപ്പൊ ഈ പെറ്റ്സിനെ കൂടാതെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു താമസക്കാരും കൂടെ നിങ്ങളുടെ വീട്ടിലുണ്ടാകും. അപ്പൊ അതോടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്ലിയെ പര്യാവരണ സേ ഘർ ശീർഷക കാ ബഹുത് സംബന്ധ ഹേ. അതുകൊണ്ട് എന്താണ്? പരിസ്ഥിതിക്ക് ഈ ഘർ എന്ന ആ ഒരു ഹെഡ്ലൈനുമായിട്ട് എന്താണ്? വളരെയധികം റിലേഷൻ ഉണ്ട്. അപ്പൊ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് എൻ്റെ വിചാരമാണ്. നിങ്ങളോട് എന്താ പറഞ്ഞത്? അപ്നാ വിചാർ ലിഖിൻ, നിങ്ങളുടെ ആ ഒരു മനസ്സിലുള്ള ചിന്താഗതിയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് എൻ്റെ മനസ്സിലുള്ള ഒരു ചിന്താഗതിയാണ്. അപ്പൊ ഒരിക്കലും നിങ്ങളത് കോപ്പി ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തനിയെ എഴുതി നോക്കണം ഈ ഒരു ഹെഡ്ലൈനുമായിട്ട് എന്തൊക്കെയാ റിലേഷൻ. അപ്പൊ നിങ്ങൾക്ക് അതിലേക്ക് ഒരു ജസ്റ്റ് ഒരു ഹെൽപ്പ്, നിങ്ങൾക്ക് അതിലേക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഹിൻസ് മാത്രമായിട്ട് ഞാൻ തരുള്ളൂ. അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അത് ഡെവലപ്പ് ചെയ്ത് നിങ്ങളുടേതായ വാക്കുകൾ ഉപയോഗിച്ച് എഴുതുക. എന്നാൽ മാത്രമേ എക്സാമിനൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇതൊക്കെ വാക്യ കൈസേ ബൻതേ. ഇത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏർപ്പാടാണ്. വാക്യ കൈസേ ബൻതേ, എങ്ങനെയാണ് ഒരു വാക്യം ഉണ്ടാകുന്നത് എന്ന് നോക്കാനാണ്. നമ്മൾ എന്താണ് വാക്യം എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? വാക്കുകൾ കൂട്ടിച്ചേർത്തല്ലേ വാക്യം ഉണ്ടാകുന്നത്. അപ്പോൾ ആ വാക്യം എങ്ങനെ ഉണ്ടായി, എങ്ങനെയാണ് ഒരു വലിയൊരു വാചകം ഉണ്ടാകുന്നത് നോക്കാണ്. ഉനോനെ ലൈറ്റ് ജലായി. ഫസ്റ്റ് ലൈൻ എന്താണ്? ഉനോനെ ലൈറ്റ് ജലായി, അവൻ ലൈറ്റ് ഓൺ ചെയ്തു. ഉനോനെ ലൈറ്റ് ജലായി ഫസ്റ്റ് ലൈൻ ആണേ. സെക്കൻഡ് ലൈൻ എന്താ? ഉൻഹോനെ ഹർ ജഗഹ് കി ലൈറ്റ് ജഗായി. അപ്പം ഉന്നോനെ ലൈറ്റ് ജഗായി എന്ന് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ വീണ്ടും വരികയാണ് ഉന്നോനെ ഹർ ജഗഹ് കി ലൈറ്റ് ജലായി. എന്താണ്? വീണ്ടും ലൈറ്റ് ജലായി. ഉന്നോനെയും, അവൻ എല്ലാ സ്ഥലത്തെയും ലൈറ്റ് ഓൺ ചെയ്തു. എല്ലാ സ്ഥലത്തെയും ലൈറ്റ് ഓൺ ചെയ്തു. അവൻ ലൈറ്റ് ഓൺ ചെയ്തു ഫസ്റ്റ് സെന്റൻസ്. സെക്കൻഡ് എന്തായി? അവൻ എല്ലാ സ്ഥലത്തെയും ലൈറ്റ് ഓൺ ചെയ്തു. തേർഡ് സെന്റൻസ് ഉന്നോനെ മകാൻ മേം ഹർ ജഗഹ് കി ലൈറ്റ് ജലായി. ഉന്നോനെ മകാൻ മേം ഹർ ജഗഹ് കി ലൈറ്റ് ജലായി. അവൻ എന്ത് ചെയ്തു? വീട്ടിലെ കെട്ടിടത്തിലെ എല്ലാ സ്ഥലത്തെയും ലൈറ്റ് ഓൺ ചെയ്തു. എങ്ങനെയാണ്? വീട്ടിലെ എല്ലാ സ്ഥലത്തെയും ലൈറ്റ് ഓൺ ചെയ്തു. അപ്പൊ ഫസ്റ്റ് സെന്റൻസിൽ നിന്നെന്താണ്? സെന്റൻസിന്റെ വലിപ്പം അങ്ങനെ കൂടി കൂടി വരികയാണ്. അതിന്റെ കൂടെ വാക്കുകൾ കൂടി ചേർത്ത് സെന്റൻസിനെ അങ്ങനെ ഡെവലപ്പ് ചെയ്യണം. നെക്സ്റ്റ് ഉന്നോനെ
നയേ മകാൻ മേം ഹർ ജഗഹ് കി ലൈറ്റ് ജലായി. അപ്പൊ എന്താണ്? ഫസ്റ്റ് അവൻ ലൈറ്റ് ഓൺ ആക്കി, അവൻ എല്ലാ സ്ഥലത്തെയും ലൈറ്റ് ഓൺ ആക്കി, അവൻ വീട്ടിലെ എല്ലാ സ്ഥലത്തെയും ലൈറ്റ് ഓൺ ആക്കി. നെക്സ്റ്റ് സെന്റൻസ് എന്താണ്? നയേ മകാൻ കെ, പുതിയ വീട്ടിലെ എല്ലാ സ്ഥലത്തെയും ലൈറ്റ് ഓൺ ആക്കി. ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തോ? അങ്ങനെ 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 സെന്റൻസിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാണ്? അപ്നെ നയേ മകാൻ മേം ഹർ ജഗഹ് കി ലൈറ്റ് ജലായി. നെക്സ്റ്റ് സെന്റൻസ് എന്താണ്? ഉन्होंने दो कमरे, किचन और बरामदे वाले अपने नए मकान में हर जगह की लाइट जलाई. ഇത് റിപ്പീറ്റേഷൻ ആണ്. उन्होंने दो कमरे, किचन और बरामदे वाले अपने नए मकान में हर जगह की लाइट जलाई. അവൻ 2 റൂമിലെയും കിച്ചണിലെയും നമ്മുടെ സിറ്റ് ഔട്ടിലെയും തൻ്റെ പുതിയ വീട്ടിലെ എല്ലാ സ്ഥലത്തെയും ലൈറ്റ് ഓൺ ചെയ്തു. ഓക്കെ, അപ്പോൾ ചെറിയൊരു സെന്റൻസ് ആയിരുന്നു. ആ സെന്റൻസ് എന്താണ്? അങ്ങനെ വലിയ വലിയ സെന്റൻസ് ആയി പോവുക ചെയ്ത്. നമ്മൾ പറയില്ലേ, രാമൻ പോയി, രാമൻ കടയിൽ പോയി, രാമൻ തക്കാളി വാങ്ങാൻ കടയിൽ പോയി, രാമൻ സഞ്ചിയും എടുത്ത് തക്കാളി വാങ്ങാൻ കടയിൽ പോയി. നിങ്ങൾ അങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് പറഞ്ഞു നോക്കുക. അപ്പോൾ മലയാളത്തിലല്ല പറയേണ്ടത്, മലയാളത്തിൽ പറയാൻ എല്ലാവർക്കും അറിയും. നമ്മൾ എങ്ങനെ സംസാരിച്ച് നോക്കണം? ഹിന്ദിയിൽ ഒരു സെന്റൻസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നെക്സ്റ്റ് ഒരു വർക്ക് വരുന്നുണ്ട്, നിങ്ങളൊന്ന് നോക്കാം. വാക്യക്കോ ആകെ ബടായും ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്, അതിനെ ഡെവലപ്പ് ചെയ്യാൻ. അപ്പൊ ഫസ്റ്റ് എന്താണ്? ഫർഹാദ് ടഹൽനെ നിക്കല. ഫർഹാദ് എന്താണ്? ടഹൽനെ നിക്കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർഹാദ് നടന്നു പോയി, ഫർഹാദ് നടക്കാൻ പോയി, അല്ലെങ്കിൽ കറങ്ങാൻ പോയി എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, ഫർഹാദ് ജംഗൽ മേം ടഹൽനെ നിക്കല. ഫർഹാദ് എവിടേക്ക് നടക്കാൻ പോയി? കാട്ടിലേക്ക് നടക്കാൻ പോയി, കാട്ടിലേക്ക് കറങ്ങാൻ പോയി. ഫർഹാദ് പാസ് കെ ജംഗൽ മേം ടഹൽനെ നിക്കല. ഫർഹാദ് അടുത്തുള്ള കാട്ടിലേക്ക് കറങ്ങാൻ പോയി. പാസ് കെ ജംഗൽ മേം ടഹൽനെ നിക്കല. ഫർഹാദ് ഘർ കെ പാസ് കെ ജംഗൽ മേം ടഹൽനെ നിക്കല. ഫർഹാദ് വീടിന്റെ അടുത്തുള്ള കാട്ടിലേക്ക് കറങ്ങാൻ പോയി. ലാസ്റ്റ് സെന്റൻസ്, ഫർഹാദ് നദി കെ കിനാരെ ഘർ കെ പാസ് കെ ജംഗൽ മേം ടഹൽനെ നിക്കല. ഫർഹാദ് നദിയുടെ അടുത്തുള്ള വീടിന്റെ അടുത്ത കാട്ടിലേക്ക് നടക്കാൻ പോയി. അപ്പൊ ഇത് ജസ്റ്റ് ഞാനൊന്ന് നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി എഴുതിയതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ സെന്റൻസിനെ വേറെ രീതിയിൽ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ അങ്ങനെ ചെറിയൊരു കുഞ്ഞു സെന്റൻസിന്ന് വലിയ 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 2 സെന്റൻസ് 3 സെന്റൻസ് അങ്ങനെ ആഡ് ചെയ്ത് ഒരു ബിഗ് സെന്റൻസ് ആക്കി മാറ്റാം. പറ്റുമല്ലോ? ഈസി വർക്കല്ലേ? യെസ്. അപ്പൊ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ലാംഗ്വേജ് സ്കില്ലൊക്കെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വർക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും കോപ്പി ചെയ്യരുത്. ഓക്കെ, നെക്സ്റ്റ് വർക്ക് വരുന്നത് രംഗാങ്കിത് ശബ്ദവും പർ ധ്യാൻ ദേം. ഇവിടെ ഒരു 3 സെന്റൻസ് തന്നിട്ടുണ്ട് അല്ലേ? ആ സെന്റൻസ് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, ജസ്റ്റ് ചെറിയൊരു 3 സെന്റൻസേ ഉള്ളൂ. അപ്പം അതിലെന്തോ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് സെന്റൻസ്, ഗിർഗിഡിനെ രംഗ് ബദൽത്തെ ഹുയെ കഹാ. ഗിർഗിഡ് ആരായിരുന്നു? ഗിർഗിഡ് കോൺ ഹേ? യെസ്, ഗിർഗിഡ് കാ മത്ലബ് എന്താണ്? പല്ലിയാണ്, ലിസാർഡാണ്. ഗിർഗിഡിനെ രംഗ് ബദൽത്തെ ഹുയെ കഹാ. ഗിർഗിഡ് രംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കളർ. ഗിർഗിഡ് കളറ് മാറിക്കൊണ്ട് പറഞ്ഞു. ഗിർഗിഡ് എങ്ങനെയാ പറഞ്ഞത്? നിറം മാറിക്കൊണ്ട് പറഞ്ഞു. ഗിർഗിഡിനെ രംഗ് ബദൽത്തെ ഹുയെ കഹാ. ഇവിടെ ഏതാ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്? രംഗ് ബദൽത്തെ ഹുയെ, നിറം മാറിക്കൊണ്ട് പറഞ്ഞു. കഹാ, രംഗ് ബദൽത്തെ ഹുയെ കഹാ. എങ്ങനെ പറഞ്ഞു? എങ്ങനെയാ പറഞ്ഞത്? രംഗ് ബദൽത്തെ ഹുയെ കഹാ. കൈസെ കഹാ? രംഗ് ബദൽത്തെ ഹുയെ കഹാ. നോട്ട് ചെയ്യണേ. അപ്പൊ ഫസ്റ്റ് എങ്ങനെയാണ്? കൈസെ കഹാ? രംഗ് ബദൽത്തെ ഹുയെ കഹാ. ഓക്കെ, സെക്കൻഡ് സെന്റൻസ്, ഫർഹാദ് ने चप्पल को आहिस्ते से उठाया. फरहाद ने चप्पल को आहिस्ते से उठाया. ഫർഹാദ് ചപ്പൽ എങ്ങനെ എടുത്തു? ആഹിസ്തേ സെ ഉഠായ, പതുക്കെ എടുത്തു. തവളകളുള്ളത് കൊണ്ട് എങ്ങനെ എടുത്തത്? പതുക്കെ എടുത്തു. ഫർഹാദിനെ ചപ്പൽ ആഹിസ്തേ സെ, ഫർഹാദിനെ ചപ്പൽ കോ ആഹിസ്തേ സെ ഉഠായ.
കൈസെ ഉഠായ ആഹിസ്തേ സെ ഉഠായ പതുക്കെ എടുത്തു. ഫസ്റ്റ് സെന്റൻസിൽ എങ്ങനെയാണ്? കൈസെ കഹാ, गिरगिट ने कैसे कहा, रंग बदलते हुए कहा. फरहाद ने कैसे चप्पल उठाया, आहिस्ते से उठाया പതുക്കെ എടുത്തു. നോട്ട് ചെയ്യണേ. തേർഡ് സെന്റൻസ്, चिपकली ने चारों ओर नजर घुमाकर देखा. चिपकली ने चारों ओर, चारों എന്ന് പറഞ്ഞാൽ ചാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നാല്. ചാരോം ഓർ നാലുപാടും ചുറ്റുപാടും, ചാരോം ഓർ ഘുമാക്കർ ദേഖ ചുറ്റുപാടും കറങ്ങിക്കൊണ്ട് നോക്കി അല്ലെ. അങ്ങനെ ചുറ്റുപാടും കറങ്ങിക്കൊണ്ട് നോക്കി. गिरगिटने ചിപ്കലിനെ ചാരോം ഓർ ഘുമാക്കർ ദേഖ. ചിപ്കലി എങ്ങനെയാ നോക്കിയത്? ചിപ്കലിനെ കൈസാ ദേഖ, ചിപ്കലിനെ ചാരോം ഓർ ഘുമാക്കർ ദേഖ നാലുപാടും കറങ്ങിക്കൊണ്ട് നോക്കി. ഓക്കേ, അപ്പൊ ഈ അണ്ടർലൈൻ ചെയ്ത വേർഡ്സ്, ആ ഒരു വേർഡ്സ് തമ്മിൽ എന്താണ് ചെറിയൊരു റിലേഷൻ ഉണ്ട്. क्रिया का साथ रेखांकित शब्दों का संबंध पहुंचाने, कहानी से ऐसे वाक्य चुनकर लिखिए. അപ്പോൾ ഈ ഒരു ക്രിയയുമായിട്ട് ഈ അണ്ടർലൈൻ ചെയ്ത വേർഡ്സിനുള്ള ഒരു റിലേഷൻ അതെന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ സ്റ്റോറിയിൽ ഇത്തരത്തിലുള്ള വേർഡ്സ് ലൈൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ കണ്ടുപിടിക്കുകയും വേണം. ഓക്കെ, അപ്പൊ എന്തിനാണ് ഇവിടെ ഈ ലൈൻസ് അണ്ടർലൈൻ ചെയ്തത് നിങ്ങൾക്കറിയോ എന്താന്നുള്ളത്? ഇത് നമ്മൾക്ക് വരുന്ന നമ്മൾ ഓരോ ചാപ്റ്ററിലും എന്താണ് ചെറിയ കുഞ്ഞു കുഞ്ഞു ഗ്രാമർ പോർഷൻ പഠിക്കാറുണ്ട്. അപ്പൊ അതുപോലൊരു ഗ്രാമർ പോർഷനാണ് ഇത്. അപ്പൊ ഇവിടെ ഏതാ ക്രിയ? നമ്മൾ ചെയ്യുന്നൊരു വേർബ് എന്താ? ഇവിടെ പറഞ്ഞു ഗിർഗിഡിനെ രംഗ് ബദൽത്തെ ഹുയെ കഹ. കഹ എന്ന് പറഞ്ഞ ഒരു ക്രിയ. ആ ഒരു ക്രിയ കൈസെ കഹ, രംഗ് ബദൽത്തെ ഹുയെ കഹ, നിറം മാറിക്കൊണ്ട് പറഞ്ഞു. അപ്പൊ കഹ പറഞ്ഞു എന്ന ക്രിയയെ എന്താണ്? നിറം മാറിക്കൊണ്ട് പറഞ്ഞു എന്നായി. അപ്പൊ പറഞ്ഞതിനെ വിശേഷിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? ഒരു വേർഡ് കൊണ്ട് എന്താണ് ക്രിയ ആയിട്ടുള്ള കഹ പറഞ്ഞു എന്നതിനെ വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നോട്ട് ചെയ്യണേ. നെക്സ്റ്റ് സെന്റൻസിൽ ഉഠായ എന്നത് വരുന്നത് ഒരു ക്രിയയാണ്. ഈ ഉഠായ എടുത്തു എന്നത് എങ്ങനെയാ എടുത്തത്? ആഹിസ്തേസെ ഉഠായ, പതുക്കെ എടുത്തു. ആഹിസ്തേസെ പതുക്കെ എടുത്തു. അപ്പോൾ എടുത്തു എന്ന ക്രിയയെ ആഹിസ്തേ എന്ന ഉഠായ എന്ന ക്രിയയെ ആഹിസ്തേസെ എന്ന വേർഡ് കൊണ്ട് എന്താണ് വിശേഷിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് അല്ലേ? ഒരു സെന്റൻസ് കൂടെ ഉണ്ട്. ദേഖ, ദേഖ എന്ന ക്രിയയെ എങ്ങനെയാ വിശേഷിപ്പിച്ചത്? ചാരോം ഓർ നസർ ഘുമാക്കർ ദേഖ, ചുറ്റുപാടും നോക്കി എന്നല്ലേ, കറങ്ങിക്കൊണ്ട് നോക്കി. അപ്പൊ ദേഖ എന്ന ക്രിയയെയും അവിടെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഒരു ക്രിയയെ ഒരു വേർഡ് കൊണ്ട്, ഏതൊരു വേർഡ് കൊണ്ടാണോ അതിനെ ഒന്ന് വിശേഷിപ്പിക്കുന്നത്, അതിൻ്റെ ഒരു ക്വാളിറ്റീസ്, അത് ആ ഒരു ക്രിയയെ വിശേഷിപ്പിക്കുന്നത്, അത്തരം വേർഡ്സിന് നമ്മൾ പറയുന്ന പേരാണ് ക്രിയാവിശേഷൻ. എന്താണ്? ക്രിയാവിശേഷൻ. ഏതെങ്കിലും ഒരു വേർഡ് കൊണ്ട് ക്രിയയെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ക്രിയാവിശേഷൻ എന്ന് പറയും. അപ്പൊ ഇത് വരുന്നത് എന്താണ്? ക്രിയാവിശേഷൻ. क्रिया को जिस शब्द से उसका विशेषता प्रकट करती हो उसे क्रिया विशेषण कहते हैं. क्रिया के विशेषता के बारे में प्रकट करने वाली शब्दों को हमें क्रिया विशेषण कहते हैं. അപ്പോൾ ഒരു ക്രിയയെ ഏതെങ്കിലും ഒരു വേർഡ് കൊണ്ട് അതിനെ വിശേഷിപ്പിക്കുമ്പോൾ എന്താണ്? അതിനെ ക്രിയാവിശേഷൻ എന്ന് പറയുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്? ആ ക്രിയാവിശേഷണം എന്താന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് മുന്നോട്ടേക്കൊക്കെ ആവശ്യം വരുന്ന സാധനമാണ്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെ ഒരു സെന്റൻസ് തരും, ആ സെന്റൻസിന് ക്രിയാവിശേഷൻ തിരഞ്ഞെടുത്തിട്ട് എഴുതാനുണ്ടാകും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കുക. ക്രിയയ്ക്ക് തൊട്ട് മുൻപ് ആ ക്രിയയെ ഏത് തരത്തിലാണോ വിശേഷിപ്പിക്കുന്നത് ആ ഒരു ശബ്ദമായിരിക്കും ക്രിയാവിശേഷൻ. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ഈ സ്റ്റോറീസിലൊക്കെ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിലല്ല മുന്നത്തെ ചാപ്റ്ററിലും ഏതെങ്കിലും ക്രിയാവിശേഷനമൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. എല്ലാ സ്റ്റോറിയും ഒന്ന് വായിച്ചു നോക്കുക. അതിൽ ഏതെങ്കിലും ഒരു വേർബിനെ നിങ്ങൾ ഏതെങ്കിലും വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ക്രിയാവിശേഷം എന്ന് പറയുന്നത്. ഏതൊരു വേർഡ് കൊണ്ടാണോ ക്രിയയെ വിശേഷിപ്പിക്കുന്നത്, ജിൻ ശബ്ദോംസോ ക്രിയാക്കോ വിശേഷത പ്രകട് കർത്തി ഹേ ഉസേ ക്രിയാവിശേഷൻ कहते हैं. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്ത് പഠിച്ചു? ഒരു ഗ്രാമർ പോർഷൻ കൂടെ പഠിച്ചു. ക്രിയാവിശേഷൻ എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ?
അപ്പോൾ എക്സാമിനൊക്കെ സെന്റൻസ് തന്നിട്ട് ക്രിയാവിശേഷൻ ചുൻകർ ലിഖിയേ, ക്രിയാവിശേഷൻ തിരഞ്ഞെടുത്ത് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുമല്ലോ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കേ. നെക്സ്റ്റ് ചർച്ച കരേ. ക്ലാസ്സിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടിരുന്ന് എല്ലാവരും കൂടി ഒരു ചർച്ച ചെയ്യാനുള്ള വിഷയം വരുന്നുണ്ട്. എന്താണ്? പ്രകൃതി മേം ഹർ പ്രാണിക്ക് അപ്നി ജഗ ഹോത്തി ഹേ. പ്രകൃതിയിൽ എന്താ? ഹർ പ്രാണിക്ക്, ഓരോ പ്രാണിക്കും എന്താണ്? അപ്നി ജഗ ഹോത്തി ഹേ, തൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടല്ലേ, തൻ്റെതായിട്ടുള്ള ഒരു വാസസ്ഥലം എല്ലാ ജീവികൾക്കും ഉണ്ട്. ഹർ പ്രാണിക്ക്, പ്രകൃതിയിലുള്ള ഓരോ ജീവജാലങ്ങൾക്കും ഉണ്ട്. ക്യാ ആപ് ഇസ്സേ സഹമത് ഹേ? നിങ്ങൾ എന്താ ഇത് അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ്? വെറുതെ അംഗീകരിച്ചാൽ പോരാ, അതിന് കാരണം കൂടെ നിങ്ങൾ വ്യക്തമാക്കണം. എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, അതിനെ പറ്റിയുള്ള കാരണം കൂടെ നിങ്ങളൊന്ന് ചർച്ച ചെയ്യണം. ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഇരുന്ന് നിങ്ങളുടെ എല്ലാവരുടെയും എന്തൊക്കെയാണ് എല്ലാവർക്കും അതിനെ പറ്റി പറയാനുള്ളതെന്നൊക്കെ ഒന്ന് എല്ലാവരും കൂടെ കൂടിയിരുന്നൊന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമുക്ക് എല്ലാം ക്ലിയർ ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഉള്ളിലുള്ള ചിന്തകളെയൊക്കെ ഒന്ന് പുറത്തെടുത്ത് ഒരു ചെറിയൊരു ലഘുലേഖ എഴുതാനുണ്ട് നമുക്ക്. ഒരു കുഞ്ഞു ലേഖനം, ലഘുലേഖ, ചെറിയൊരു ആർട്ടിക്കിൾ. പ്രകൃതി സബ്കാ ഘർ ഹേ. പ്രകൃതി സബ്കാ ഘർ ഹേ, പ്രകൃതി എല്ലാവരുടെയും വീടാണ്. ആ ഒരു വിഷയത്തിനെ പറ്റിയിട്ട് ഒരു ലഘുലേഖ എഴുതാൻ. ഓക്കെ, എന്താ ലഘുലേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കുറിപ്പല്ലേ, ഒരു ടോപ്പിക് തന്നിട്ട് അതിനെ പറ്റിയിട്ട് ചെറിയൊരു കുറിപ്പ് എഴുതാൻ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം. എന്താണ്? പ്രകൃതി എല്ലാവരുടെയും വീടല്ലേ? ആണോ? അല്ലേ മക്കളെ? ആണോ? ആണ്. അപ്പൊ നമ്മളൊരു ലഘുലേഖ എഴുതുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റിൽ നമ്മൾ എന്ത് എഴുതണം? അതിനൊരു ഹെഡിങ് എഴുതണം കേട്ടോ. അപ്പൊ ഇതിൽ നമ്മൾ ആഡ് ചെയ്യാം പ്രകൃതി सबका घर है. പ്രകൃതി സബ്കാ ഘർ ഹേ. ഒരു ഹെഡിങ് നമ്മൾ എഴുതി. പ്രകൃതി എല്ലാവരുടെയും എന്താണ്? വീടാണ്. അപ്പൊ അതിനെ പറ്റിയിട്ട് നമ്മളുടെ ഒരു ലഘുലേഖ. പ്രകൃതി ഈശ്വർ ദ്വാരാ ഹമീൻ ദിയാ ഗയാ സബ്സെ അൻമോൽ ഉപഹാർ ഹേ. പ്രകൃതി എന്താ? ഈശ്വർ ദ്വാരാ ഹമീൻ ദിയാ ഗയാ സബ്സെ അൻമോൽ ഉപഹാർ ഹേ. പ്രകൃതി എന്താ? നമുക്ക് ഈശ്വരൻ നമുക്ക് അനുഗ്രഹിച്ചു തന്നൊരെന്താ? ഒരു വലിയൊരു ഗിഫ്റ്റ് അല്ലേ, ഒരു വിലപിടിപ്പുള്ള ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് പ്രകൃതി എന്ന് പറയുന്നത്. ഈ പ്രകൃതി ഇല്ലെങ്കിൽ നമുക്കൊക്കെ ജീവിക്കാൻ സാധ്യമാണോ മക്കളെ? അല്ല. പ്രകൃതിയിൽ എന്താ? പ്രകൃതി ഉള്ളത് കൊണ്ട് നമുക്കെന്താ? നമുക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? എന്താ വേണ്ടത്? ഓക്സിജൻ വേണല്ലേ. ആ ഓക്സിജൻ നമുക്ക് എവിടുന്നാ കിട്ടുന്നത്? പ്രകൃതി എന്നല്ലേ. യേസ്. എങ്ങനെയാ നമുക്ക് ഓക്സിജൻ കിട്ടുന്നത്? ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ നമ്മുടെ പ്രകൃതിയിലുള്ളത് കൊണ്ട് എന്താണ്? അവ ഈ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തു വിടുന്ന ഓക്സിജൻ അല്ലേ മനുഷ്യൻ സ്വീകരിക്കുന്നത്? ആണോ മക്കളെ? അതെ. അപ്പൊ ആ പ്രകൃതി ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ മനുഷ്യർ ഇവിടെ ജീവിച്ചു പോകുന്നത്. അപ്പൊ പ്രകൃതി എന്ന് പറയുന്നത് എന്താ? ഈശ്വർ കാ വരദാൻ ഹേ. പ്രകൃതി ഈശ്വരന്റെ വരദാനമാണ് അല്ലേ. പ്രകൃതി ഹമാരി മാ കി തരഹ ഹേ, യേ ഹമാരാ പോഷൺ കർത്തി ഹേ. പ്രകൃതി എന്താ? ഹമാരി മാ കി തരഹ ഹേ. പ്രകൃതി നമ്മളുടെ അമ്മയെ പോലെയാണ്. യേ ഹമാരി പോഷൺ കർത്തി ഹേ. അത് നമ്മളെ എന്താണ്? നമുക്ക് വേണ്ട പോഷണങ്ങളൊക്കെ തന്ന് നമ്മളെന്താ? വളർത്തി വലുതാക്കുകയല്ലേ. അതല്ലേ പ്രകൃതി ചെയ്യുന്നത്? നമുക്ക് വേണ്ട കാറ്റും വെളിച്ചവും ശുദ്ധവായുവും ഒക്കെ തന്നിട്ട് സൂര്യപ്രകാശവും എല്ലാ ആവശ്യത്തിനും തന്നിട്ട് നമ്മളുടെ സ്വന്തം അമ്മ എങ്ങനെയാണോ മക്കളെ കെയർ ചെയ്യുന്നത് അതുപോലെ പ്രകൃതിയും ഹംകോ ദേഖ്ഭാൽ കർത്തേ ഹേ, നമ്മളെ നോക്കുന്നുണ്ട്. हमारी सभी बुनियादी जरूरतें प्रकृति द्वारा पूरी की जाती है. हमारी सभी बुनियादी जरूरतें, നമ്മുടെ എല്ലാ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ ബേസിക് നീഡ്സും എന്താ? പ്രകൃതി പൂരാ കിയാ ഹേ. എല്ലാം പ്രകൃതി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടല്ലേ. ചാഹേ വഹ് ഹവാ ഹോ ജിസ്മി ഹം സാസ് ലേത്തെ ഹേ. എന്താണ്? നമുക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ശുദ്ധവായു വേണ്ടേ? ആ ഹവ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശ്വസിക്കാൻ വേണ്ടി എടുക്കുന്നത് അല്ലേ.
जिस जमीन पर हम रहते हैं, जिस पानी को हम पीते हैं या जो गाना हम गाते हैं, यह सब प्रकृति से ही आते हैं. നമ്മൾ ശുദ്ധമായി ശ്വസിക്കുന്നത് എവിടെ നിന്നാണ്? പ്രകൃതിയിൽ നിന്നാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്രകൃതിയിൽ നിന്നാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം അതെവിടെ നിന്നാണ് കിട്ടുന്നത്? പ്രകൃതിയിൽ നിന്നാണ്. ഇതെല്ലാം നമുക്ക് തരുന്നത് ആരാണ്? പ്രകൃതിയാണ്. അപ്പൊ ഈ പ്രകൃതി എന്താ മനുഷ്യർക്ക് മാത്രമുള്ളതാണോ? അല്ല. പ്രകൃതി എന്താ ഓരോ ജീവജാലങ്ങൾക്കും ഉള്ളതാണ്, അല്ലേ? ഈ ചെടികളില്ലെങ്കിൽ നമുക്ക് ശുദ്ധവായു ലഭിക്കോ? ഇല്ല. അപ്പൊ എന്താണ്? പ്രകൃതി ചെടികളുടേത് കൂടെയാണ്. ഈ ചെടികൾ എങ്ങനെയാ? വെറുതെ എല്ലാ ചെടികളും മനുഷ്യർ കുഴിച്ചിട്ടിട്ടാണോ ഉണ്ടാകുന്നത്? ആണോ? നിങ്ങൾ തന്നെ എത്ര ചെടി കുഴിച്ചിട്ടുണ്ടാവും? വളരെ കുറച്ചല്ലേ. നിങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് ചെടികളൊക്കെ കുഴിച്ചിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ഈ ചെടികൾ നമ്മുടെ ഈ കാടുകളിലൊക്കെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാ? ചെറിയ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ഉണ്ടാകുന്നത് ആദ്യം എങ്ങനെയാ? അത് വലുതായിട്ട് വലിയ മരമായിട്ട് മാറും. അപ്പൊ ഈ എല്ലാ ചെടികളും മനുഷ്യർ കുഴിച്ചിട്ടിട്ടല്ല ഉണ്ടാക്കുന്നത്. അവ വ്യത്യസ്തപരമായിട്ടുള്ള രീതിയിൽ പരാഗണം നടന്നിട്ടാണ് ചെടികൾ ഉണ്ടാകുന്നത്. ചിലത് കാറ്റു വഴി നടക്കും, ചിലത് വിത്ത് വഴി നടക്കും, ചിലത് കിളികളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ചെറിയ കായ്കളൊക്കെ കഴിച്ചിട്ട് അതിന്റെ കുരു വേറെ എവിടെയെങ്കിലേക്കോ അവർ ഉപേക്ഷിക്കാം. അപ്പൊ അവിടെ അത് വിത്ത് മുളച്ചിട്ട് വേറെ മരം ഉണ്ടാകും. അപ്പൊ ഇതിനൊക്കെ എന്താണ്? നമുക്ക് ഈ പ്രകൃതിയിൽ ഒരുപാട് ജീവജാലങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രകൃതി എന്താ? ഹം സബ്കാ ഘർ ഹേ, നമ്മുടെ എല്ലാവരുടെയും വീടാണ്, അല്ലേ? പ്രകൃതി കേവൽ മനുഷ്യക്ക് നഹി ഹേ. പ്രകൃതി എന്താ കേവലം മനുഷ്യരുടേത് മാത്രമാണോ? അല്ല. പ്രകൃതി കേവൽ മനുഷ്യക്ക് നഹി ഹേ. പ്രകൃതി ഹമാരെ ആസ്പാസ് മൗസൂദ് കൈ ജീവിത് ചീസോं का घर है. നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് ജീവജാലങ്ങളുടെ വാസസ്ഥലമാണ് എന്ത്? പ്രകൃതി എന്ന് പറയുന്നത്. चिड़ियां, मक्खियां और कीड़े जैसे बड़े जानवर जब तक इस प्रकृति में रहते हैं. ഉറുമ്പ്, ഈച്ച എന്ന് തുടങ്ങി ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രാണികൾ മുതൽ വിശാലക്കായ ജാൻവർ തക് ഈ പ്രകൃതി में रहते हैं. കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ തുടങ്ങിയിട്ട് വലിയ രീതിയിലുള്ള മൃഗങ്ങൾ വരെ എന്താണ്? നമ്മുടെ പ്രകൃതിയിൽ താമസിക്കുന്നുണ്ട്. ഓക്കെ. यह प्रत्येक मनुष्य का कर्तव्य है कि यह प्रकृति की देखभाल करे जो सभी जानवरों का निवास स्थान है. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ പ്രകൃതിയിൽ ജീവിക്കുന്ന ഒരുപാട് ജീവജാലങ്ങളാൽ എന്താണ് വൈവിധ്യപൂർണമായിട്ടുള്ള നമ്മുടെ ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് എന്താണ്? ഓരോ മനുഷ്യന്റെയും കടമയാണ്. നിങ്ങൾ ഉൾപ്പെടുന്ന, ഞാൻ ഉൾപ്പെടുന്ന ഓരോ മനുഷ്യൻ എന്ത് ചെയ്യണം? നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കണം. പ്രകൃതിക്ക സംരക്ഷൺ ഹമാര കർത്തവ്യ ഹേ. എന്താണ്? ഒരുപാട് ജീവജാലങ്ങൾ ജീവിക്കുന്നുണ്ടല്ലേ? മനുഷ്യർ മാത്രമല്ല, കുഞ്ഞു കുഞ്ഞു പ്രാണികൾ മുതൽ വലിയ മൃഗങ്ങൾ വരെ ഇവിടെ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്? പ്രകൃതി സബ്ക മനുഷ്യോं से नहीं लेकिन केवल मनुष्यों से नहीं लेकिन छोटे छोटे कीड़ों से लेकर बड़े बड़े विशालकाय जानवर तक रहने वाले प्रकृति हम सबका घर है. हमारा പ്രകൃതി എന്താണ്? സബ്കാ ഘർ ഹേ, എല്ലാവരുടെയും വീടാണ്. ക്ലിയർ ആണോ? അപ്പം പ്രകൃതിയെ കുറിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഈ ഘർ എന്ന ചാപ്റ്ററിൽ നമ്മൾ കാര്യമായിട്ടും ബേസ് ചെയ്യുന്നത്. പര്യാവരണം, നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ എന്താണ് ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം. നമ്മുടെ വർക്ക് ഇതോടുകൂടി കഴിയുകയാണ്. അപ്പൊ നമ്മൾ എന്താണ് ഘർ എന്ന കഹാനിയിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയായിരുന്നു? ഗിർഗിഡ്, ചിപ്കളി, ഇവർ തമ്മിലുള്ള കോൺവെർസേഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ മക്കടി ഉണ്ട്, ഗിൽഹരി ഉണ്ട്, മച്ചിയ, മച്ചർ എന്ന് തുടങ്ങി കുഞ്ഞു കുഞ്ഞു ഒരുപാട് പ്രാണികളും ജീവജാലങ്ങളും, മേഢക്ക്, ഇവരൊക്കെയാണ് അതിൽ വരുന്ന മെയിൻ ക്യാരക്ടേഴ്സ്. ഇവരെയൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം. പിന്നെ എന്താ ചെയ്യേണ്ടത്? അത് നമ്മൾ പിന്നെ എന്ത് പഠിച്ചു? പ്രകൃതിയെ കുറിച്ച് പഠിച്ചല്ലേ? എന്തൊക്കെയാണ്? പ്രകൃതി നമ്മുടെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെയും ആവാസസ്ഥാനമാണ്. ആ പ്രകൃതിയെ പറ്റിയിട്ട് നല്ലൊരു ആർട്ടിക്കിൾ നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെന്താണ്? പ്രകൃതിയെ പറ്റിയിട്ട് ഒരു ആർട്ടിക്കിൾ പറഞ്ഞു കഴിഞ്ഞാലോ എന്തെങ്കിലും ഒരു പോസ്റ്റർ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. പ്രകൃതി സംരക്ഷണത്തിനെ പറ്റിയിട്ട് ചിലപ്പോൾ ഒരു പോസ്റ്ററൊക്കെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുക. അപ്പം ചെറിയ നല്ല 2 ലൈൻസ് കോഡ്സ് ഒക്കെ പഠിച്ചു വയ്ക്കുക. പിന്നെ നിങ്ങൾ നോട്ട് ചെയ്യാനുള്ളത് എന്താ? നമ്മൾ വാക്യത്തിൽ നിന്നും എങ്ങനെ ചെറിയ വാക്യത്തിൽ നിന്നും വലിയ വാക്യം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അപ്പൊ അതെന്താണ്? നമ്മുടെ ലാംഗ്വേജ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കാണ്. അത് നിങ്ങൾ നോട്ട് ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഒരു ഗ്രാമർ പോർഷൻ പഠിച്ചു. ഗ്രാമർ പോർഷനിൽ എന്താ പഠിച്ചത്? ക്രിയാവിശേഷൻ. ജിസ് ശബ്ദ സേ ക്രിയ കി വിശേഷത
विशेषता को प्रकट करती है उसे हम क्रियाविशेषण कहती है. അപ്പോൾ ഒരു ക്രിയയുടെ വിശേഷത പറയുന്ന വേർഡ്സിനെയാണ് നമ്മൾ ക്രിയാവിശേഷണം എന്ന് പറയുന്നത്. അപ്പോൾ അത് എക്സാമിന് എന്തെങ്കിലും സെന്റൻസ് ഒക്കെ തന്നിട്ട് ക്രിയാവിശേഷൻ ചുരുക്കർ ലിഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതണം. അതൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രകൃതിയെ പറ്റിയിട്ട് പഠിച്ച ഒരു ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആയിരുന്നു ഘർ എന്ന്. അപ്പോൾ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ഇന്നത്തെ സെഷൻ ഇവിടെ കഴിയാണ്. ആക്ടിവിറ്റീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.